അപ്പൊ ദൈവജനത്തിനെതിരായിട്ട് തല ഉയർത്തി നിൽക്കുന്ന, കൊമ്പുയർത്തി നിൽക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ തകർക്കപ്പെടണമെങ്കിൽ സങ്കീർത്തനം 68 പറയാണ്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ സകല മഹത്വം അപ്പന് കൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, എനിക്ക് വേണ്ടി ഉണരുവാൻ, എനിക്ക് വേണ്ടി കരനീട്ടുവാൻ, എന്നെ എന്റെ കുടുംബത്തെ ആദരിക്കാൻ, എന്റെ നിന്ന ഉരുട്ടി മാറ്റുവാൻ എനിക്കൊരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ അപ്പന്റെ സന്നിധിയിൽ കണ്ണീരോടും നിലവിളിയോടും പ്രാർത്ഥനയോടും ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പുറപ്പാട് പുസ്തകം 3-7 വചനത്തിൽ പറയാണ്. ജനത്തിന്റെ നിലവിളി കേട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. രണ്ടാമതായി, ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഇസ്രായേൽ മക്കൾ ദൈവമാക്കി വെച്ച മോശ എന്ന നേതൃത്വത്തിന് കീഴടങ്ങി അവർ